പി എസ് മറ്റൊരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ 15 വർഷത്തിൽ ഇതാദ്യമായിട്ടാണ് ഇ ഡിയുടെ വലിപ്പം കൂടുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. ഇ ഡി അന്വേഷണങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം. 15 വർഷത്തിനിടെ ആദ്യമായി ഇ ഡി ഉന്നത ഉദ്യോഗസ്ഥരുടെ എണ്ണം ഇരട്ടിയിലധികം വർദ്ധിപ്പിക്കുന്നു എന്ന വിവരം വരുന്നു. ഉദ്യോഗസ്ഥരുടെ എണ്ണം 60% ഉയർത്താനാണ് ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ 2029 ഉദ്യോഗസ്ഥരാണ് ഇ ഡിക്കുള്ളത്. ഇത് 3256 ഉദ്യോഗസ്ഥരാക്കി മാറ്റാൻ പോകുന്നു. ഏകദേശം 1200ഓളം പുതിയ ഉദ്യോഗസ്ഥരുണ്ടാവുന്നു. പി ആർ സുനിൽ, നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷം ഇ ഡി കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതിൽ 2500% വർധനമാണ് ഉണ്ടായത്. അത് കാര്യമായിട്ട് പക്ഷേ കൺവിക്ഷൻ റേറ്റ് ഇല്ല. 0.05% മൊത്തമാണ് കൺവിക്ഷൻ റേറ്റ് ഉള്ളത്. 5000 കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ 23 പേര് മാത്രം ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥ. കൺവിക്ഷൻ റേറ്റ് ഏറെ കുറവുള്ള ഈ സംവിധാനത്തിൽ ഇപ്പോൾ കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയമിക്കാനാണോ തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ? പി ആർ സുനിൽ. അരുൺ, അങ്ങനെ തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഇപ്പോഴത്തെ നീക്കം ഉണ്ടാകുന്നത്. നമുക്കറിയാം, അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ 2014 ഇ ഡി കേസുകളുടെ എണ്ണം പരിശോധിച്ചാൽ 100-ൽ താഴെയാണ്, അല്ലെങ്കിൽ 100-ന് തൊട്ട് മുകളിലാണ്. 2014 എനിക്ക് തോന്നുന്നു 14-15 വർഷം 141 കേസുകളാണ് രാജ്യത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്തത്. അതിൽ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയുള്ള കേസുകൾ വളരെ അപൂർവമാണ്. അതേസമയം 2024-25 വർഷത്തെ കണക്ക് പരിശോധിച്ചാൽ അത് 1000-നോട് അടുത്താണ്. 2021-22 വർഷത്തിൽ അത് 1000-ന് മുകളിൽ പോയിട്ടുണ്ട്. അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ ശതമാനത്തിന്റെ വളർച്ചയാണ് ഇ ഡി കേസുകളുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ കൺവിക്ട് ചെയ്യുന്ന കേസുകളുടെ എണ്ണം പരിശോധിച്ചാൽ 1% താഴെയാണ് എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഏതായാലും ഇ ഡി അന്വേഷണങ്ങൾ ഇനിയും കൂടുതൽ ശക്തിപ്പെടുത്താനാണ് കേന്ദ്ര സർക്കാരിന്റെ ഇപ്പോഴത്തെ തീരുമാനം. അതിന്റെ ഭാഗമായിട്ടാണ് ഉദ്യോഗസ്ഥരുടെ എണ്ണം ഇരട്ടിയോളം വർദ്ധിപ്പിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോകുന്നത് എന്ന് വിലയിരുത്തേണ്ടി വരും. ഇരട്ടിയല്ല, 60% വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ പോകുന്നത്. പ്രത്യേകിച്ച് ഇ ഡി ഉദ്യോഗസ്ഥരിൽ ഉന്നത ശ്രേണിയിൽ വരുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണം, അതായത് ലീഡർഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിൽ ഉന്നത ശ്രേണിയിൽ വരുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിലാണ് വലിയ തോതിൽ വർധന വരുത്താൻ കേന്ദ്ര സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് സ്പെഷ്യൽ ഡയറക്ടർ ഓഫ് എൻഫോഴ്സ്മെന്റ്, അഡീഷണൽ ഡയറക്ടർ, ജോയിന്റ് ഡയറക്ടർ, ഡെപ്യൂട്ടി ഡയറക്ടർ, അസിസ്റ്റന്റ് ഡയറക്ടർ, അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഓഫീസർ എന്നിവരുടെയൊക്കെ തന്നെ എണ്ണം ഇരട്ടിയിലധികം വർദ്ധിപ്പിക്കുകയാണ്. അതായത് 148 തന്നെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണം 267 ആക്കുന്നു. 255 ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണം 531 ഉയർത്തുന്നു. 355 എണ്ണം ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണം 606 ഉയർത്തുന്നു. 425 നിന്ന് 803 ഉയർത്തുന്നു. അങ്ങനെ നിലവിൽ ഉള്ള ഉദ്യോഗസ്ഥരുടെ എണ്ണം, അത് സീനിയർ ലെവലുള്ള ഉദ്യോഗസ്ഥരുടെ എണ്ണം ഇരട്ടിയായി വർദ്ധിപ്പിക്കുന്ന ഒരു തീരുമാനമാണ്. അത് ചൂണ്ടിക്കാണിക്കുന്നത് അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നത് ഇ ഡി അന്വേഷണങ്ങൾ കൂടുതൽ രാജ്യത്തെ ശക്തമാക്കും. അതിന്റെ ഭാഗമായി എണ്ണം വർദ്ധിപ്പിക്കുക, ഉദ്യോഗസ്ഥരുടെ എണ്ണം വർദ്ധിപ്പിക്കുക. കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ ഇതാദ്യമായിട്ടാണ് ഇത്രയും വലിയ ഒരു തീരുമാനം, അതായത് ഇത്രയും ഉദ്യോഗസ്ഥരുടെ എണ്ണം ഒറ്റയടിക്ക് കൂട്ടാനുള്ള ഒരു തീരുമാനം കേന്ദ്ര സർക്കാർ എടുക്കുന്നത്.